പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ചില നാളുകളായിട്ട് നമ്മുടെ മോർണിംഗ് മെസ്സേജ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് വീണ്ടും ആരംഭിക്കാൻ സർവശക്തനായ ദൈവം കൃപയും ശക്തിയും ആരോഗ്യവും ബലവും തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിനി മുടങ്ങാതിടാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു, പ്രഭാത വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ സവിശേഷ ചിന്തയ്ക്കായി ഒരു വേദശകലം വായിക്കാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 41-42 വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 41 and 42. ബാലെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കുമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ വചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആളുടെ പേര് പള്ളിപ്രമാണിയായ യായിറോസ്. അദ്ദേഹത്തിന്റെ പേര് സഹിതം എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതിന്റെ ഇതിവൃത്തം, ഇതിന്റെ ആ സാഹചര്യം നമുക്ക് നല്ലതായിട്ട് അറിയാം. ഈ ഒരു വാക്കുണ്ടല്ലോ, തലീത കുമി, ബാലെ എഴുന്നേൽക്ക. ഈ വാക്ക് ഗ്രീക്ക് പദത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇത് നമുക്കറിയാം, പുസ്തകത്തിൽ യേശു കർത്താവ് ഉപയോഗിച്ച വാക്കാണെന്നും അറിയാം. അപ്പൊ ഈ പശ്ചാത്തലത്തിനകത്ത് ഒരു മനുഷ്യനെ കാണാം. അദ്ദേഹത്തിന്റെ പേര് യായിറോസ്, പള്ളിപ്രമാണിയാണ്. ഇദ്ദേഹം 20 നാഴിക എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം നടന്നു വന്ന ആ സാഹചര്യം വെച്ചിട്ട് 20 നാഴിക അങ്ങനെ ദൂരത്തു വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി, തൻ്റെ മകൾ അത്യാസന നിലയിലായിരിക്കുന്നത് കൊണ്ട് ബാല്യക്കാർ അല്ലെങ്കിൽ സേവകന്മാർ ആവശ്യത്തിനുണ്ടെങ്കിലും ഒരാളെ പറഞ്ഞു വിടാതെ ഈ മനുഷ്യൻ നേരിട്ട് യേശു കർത്താവിന്റെ അടുത്ത് വരുന്നത് ആ സംഭവം. അത്ര ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ സാധാരണഗതി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒരു സാധാരണ ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ വിടും, അല്ലെങ്കിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കും, നമ്മുടെ മാപ്പ് ഇട്ട് കൊടുക്കും. അല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മുടെ മക്കളെ ആരെങ്കിലും വിടും, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ആരെങ്കിലും പറഞ്ഞു നിർത്തും. അതുമല്ല, നമുക്ക് അത്ര വേണ്ടപ്പെട്ട, ഒരുപാട് വേണ്ടപ്പെട്ട ഒരു അതിഥിയാണെങ്കിൽ, പ്രത്യേകിച്ച് രാജ്യ തലവന്മാരൊക്കെ വരുമ്പം, രാജ്യ തലവന്മാർ വന്നാൽ സ്വീകരിക്കുന്നത്, പ്രസിഡന്റ് വന്നാൽ, അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യാൻ വന്നാൽ ഇന്ത്യ പ്രധാനമന്ത്രി പോകും. ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുമ്പോൾ ഷീ ജിൻപിങ് ചൈനയിലെ പ്രസിഡന്റ് നേരിട്ട് വന്നു. ഇനി റഷ്യ ചെല്ലുമ്പോഴാണെങ്കിൽ അവിടുത്തെ വ്ളാഡിമിർ പുടിൻ. അത് അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ ഈ അതിഥികളുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ അനുസരിച്ചാണ് വരുന്നത്. ഇവിടെ ഈ പള്ളിപ്രമാണിയായി യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ നേരിട്ട് നടന്നു പോയി യേശുവിനെ കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം അത്ര ജനുവിനും അത്ര തീവ്രവുമായിരുന്നു. അദ്ദേഹം ചെന്ന് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഏകമകൾ, അവൾ അത്യാസന നിലയിലായിരിക്കുന്നു, ഗുരു എൻ്റെ വീട്ടിൽ വരെ വരണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ആ ആവശ്യം കണ്ടിട്ട് യേശു കൂടെ നടന്ന് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ വളരെ പ്രതീക്ഷയോടെ കടന്നു ചെന്ന് യേശു കൂടെ വരികയും കൂടെ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ സാധിച്ചു പോയി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, 27-ാം അധ്യായത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, അതെ, നമുക്ക് നമ്മുടെ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് കൂടെ കേട് വരുമെന്ന് പറയുമ്പോൾ കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്ക് അവർ കൂടുതൽ അധികം ശ്രദ്ധയോടെ കേട്ടിട്ട് കിഴക്കൻ കാറ്റ് മന്ദമായി ഊതിയ കാര്യം സാധിച്ചുപോയി എന്ന് വിചാരിച്ച് എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഈ യായിറോസ് ചെന്നു, ആവശ്യങ്ങൾ പറഞ്ഞു, അത്യാവശ്യങ്ങൾ ഓർപ്പിച്ചു. കർത്താവ് കൂടെ വരുന്ന വഴിയിൽ ഇടയ്ക്ക് ഇച്ചിരി തടസ്സങ്ങൾ ഉണ്ടായി. 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് അവളുമായിട്ട് വർത്താനം പറഞ്ഞു. ആ സാഹചര്യം തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട ആളെ ഒന്ന് കാണിച്ച് റിയലൈസ് ചെയ്ത് ആ സമയം കൊണ്ട് ഇച്ചിരി സമയം പോയി. അപ്പോഴാണ് വീട്ടിൽ നിന്നൊരു ബാല്യക്കാരൻ ഓടി വന്നിട്ട് പറയുക, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പ്രതീക്ഷകളൊക്കെ നാമ്പ് വെച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി എന്ന് വിചാരിച്ച് ഒക്കെ ശരിയായി വരുമ്പോൾ സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു ന്യൂസ്, ഒരു സുഖകരമല്ലാത്ത ഒരു ന്യൂസ്, ഒരു ദുഃഖവാർത്ത കാതി കേൾക്കുകയെ. ഏത് ആവശ്യത്തിന് നീ പുറപ്പെട്ടോ, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ, എന്തിനു വേണ്ടി യേശുവിനോട്
മനുഷ്യനോട് പറഞ്ഞോ, അതിനി ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം അത് മരിച്ചുപോയി, അതില്ലാതെ പോയി, അതിതാ ഇവിടെ അവസാനിക്കുകയാ. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി, നിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി അത് ഉണ്ടായി വരികയില്ല എന്ന് വിചാരിച്ച് അതിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടത്ത് അവിടെ ഒരു പുത്തൻ പ്രതീക്ഷ തരുന്നതാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. അവിടെ ഒരു പുതിയ സന്ദേശം തരുന്നതായി പ്രതീക്ഷ. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പുത്തൻ പ്രതീക്ഷ തരുന്ന ഈ സന്ദേശം അവിടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാം. ഈ പ്രതീക്ഷകളിൽ വ്യക്തമായിട്ട് അറിയാം. ഒന്ന്, ഈ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ പ്രതീക്ഷ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഒന്ന് വിശുദ്ധീകരിച്ച് കേൾക്കണം. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ യേശു മനുഷ്യനോട് പറയുക, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ യേശു പറയുന്ന, ലോകത്തിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുമ്പോൾ നിന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതേ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുഞ്ഞെ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പറഞ്ഞിട്ട് ഈ മനുഷ്യനുമായിട്ട് നടക്കുക. എന്തു സംഭവിക്കുമെന്ന് അറിയില്ല, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വാക്കുമായിട്ട്, ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് വിശ്വാസത്തോടെ ഈ മനുഷ്യൻ നടന്നു വരിക. വിശ്വാസത്തോടെ യേശു മുൻപിലും ഈ യായിറോസ് എന്ന് പറയുന്ന പള്ളി പ്രമാണി പിൻപിലുമായിട്ട് നടന്നു വരിക. ഇന്നൊരൊറ്റ കാര്യം നിനക്ക് ചെയ്യാമോ? വിശ്വാസത്തോടെ യേശുവിന്റെ പുറകെ ഒന്ന് യാത്ര ചെയ്യാമോ? ഒന്ന് പിൻപറ്റാമോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീട്ടുകാരും അതെ, ആ വാക്ക് പറയുന്നു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ യേശുവിന്റെ പിന്നാലെ വരുന്നു. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം കുഞ്ഞ് മരിച്ചുപോയി, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു മരണ വീടിനകത്തേക്ക്, ശ്മശാന മൂകത എന്നൊക്കെ പറയുന്ന പോലെ മരണ വീടിനകത്തേക്ക് നിങ്ങൾ ഭാവനയിലൊന്ന് കണ്ടേ, യേശു കയറുന്നു. മരണ വീട്ടിനകത്തേക്ക് ഏക മകള് മരിച്ചുപോയി ദുഃഖത്തോടെ യായിറോസ് ചെല്ലുന്നു. വീട്ടിനകത്ത് കരയുന്നവരെയും കുഴലൂത്തുകാരെയും ബഹളമുള്ളവരെയും ആകെപ്പാടെ ഒരു ഭീകരാന്തരീക്ഷം, ശ്മശാന മൂകത, മരണാന്തരീക്ഷത്തിനകത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു കയറി ചെല്ലുമ്പോൾ കുഴലൂത്തുകാരെ പുറത്താക്കി, കരയുന്നവരെ പുറത്താക്കി യേശു അകത്തേക്ക് കയറി. അവിടെ അപ്പനെയും അമ്മയും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ, 3 ശിഷ്യന്മാരെ മാത്രം നിർത്തി, ബാക്കി എല്ലാവരെയും പുറത്താക്കി. പലരും പല വിധികൾ എഴുതി. എന്തിനാണ് യേശു ഇപ്പോ വന്നത്? മരിച്ച ശേഷമാണല്ലോ വന്നത്. ഇനി ഇത് എന്ത് ചെയ്യാനാണ്? കൊഴലൂത്തുകാർക്ക് അവരുടെ കംപ്ലൈന്റ് ഉണ്ട്, കരച്ചിലുകാർക്ക് അവരുടെ കംപ്ലൈന്റ് ഉണ്ട്, ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും അവരുടേതായി കംപ്ലൈന്റ് ഉണ്ട്. നിരാശരായി തൻ്റെ മകളെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അപ്പനും അമ്മയും ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതായി അപ്പനും അമ്മയും നിൽക്കുമ്പോൾ സകല നഷ്ടപ്പാടുകളുമായി പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു? യേശുവിനോട് പറഞ്ഞിട്ടും ഞങ്ങൾക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടവുമായിട്ട് നോക്കി നിൽക്കുന്ന അപ്പന്റെയും അമ്മയുടെയും മുൻപില് യേശു എന്തു ചെയ്യാൻ പോകുന്നു എന്നറിയാതെ കുഴങ്ങി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് പറയട്ടെ, അതേ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആകപ്പാടെ ശ്മശാന മൂകതയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഒരു ഉറപ്പ് നിന്നോട് പറയാം. നീ ആശ്രയിക്കുന്നത് യേശുവിലാണോ? നീ വിശ്വസിക്കുന്നത് കർത്താവിലാണോ? നീ ചെന്ന് വിളിച്ചിരിക്കുന്നത് യേശു കർത്താവിലാണോ? നീ പ്രാർത്ഥിക്കുന്നത് കർത്താവിലാണോ? നീ പരാജയപ്പെടത്തില്ല. ഈ നിരാശയ്ക്കകത്തു നിന്ന്, ഈ വേദനയ്ക്കകത്തു നിന്ന്, ഈ സങ്കടത്തിനകത്തു നിന്ന് നീ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ പുറത്തു വരും. പ്രതീക്ഷ നഷ്ടപ്പെട്ട സർവ്വൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നത് നീ പുനർജീവിക്കും. നീ എഴുന്നേറ്റ് വരും. ആ തകർന്നിരിക്കുന്ന അപ്പനും അമ്മയും ആ ശിഷ്യന്മാരും മാത്രം ഇരിക്കെ പുറത്തെല്ലാവരും ആരവാരം എന്തു പറയുന്നതുള്ളത് യേശുവിന് കാര്യമല്ല. യേശു ആ ശവത്തിന്റെ അടുത്തേക്ക്, ശവമഞ്ചത്തിന്റെ അടുത്ത് ചെന്നു. യേശു പറയുന്ന വാക്ക, നമ്മൾ വായിച്ച വാക്ക് തലീത കുമി. അതിന്റെ അർത്ഥം ബാലെ, എഴുന്നേൽക്കാം. ബാലെ, എഴുന്നേൽക്ക. ഇവിടെ ഒരു വാക്ക് ചേർത്ത് ആഡ് ചെയ്ത് പറയട്ടെ. ആരാ പറയുന്നതെന്നറിയാമോ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സൃഷ്ടികർത്താവായവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ
പിടിക്കാതെ ഇറങ്ങി വന്നവൻ ഇവിടെ വിളിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഇവിടെ തീരുമ്പോൾ, ഈ ഭൂമിയിൽ അവസാനിക്കുമ്പോൾ, ആ റൂമിനകത്ത് മാത്രം അവസാനിക്കേണ്ട ആ ശബ്ദം നിന്നത് ആ റൂമിനകത്തല്ല. അതെ, അവളുടെ ആത്മാവ് പോയിടത്തേക്ക് ഭൂമിയെ ഭേദിച്ചുകൊണ്ട് അവളുടെ ആത്മാവ് പോയിടത്തേക്ക് ആ ശബ്ദം ചെന്നു, ബാലെ എഴുന്നേൽക്ക തലീദ കുമി. വിളിച്ചവൻ, സൃഷ്ടിച്ചവൻ വിളിച്ചപ്പോൾ ആത്മാവ് തിരിച്ചു വന്നു ജീവനായി. അവൾ ആ സൃഷ്ടിതാവിന്റെ വാക്ക് കേട്ടെഴുന്നേറ്റു, ബാല എഴുന്നേറ്റു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ജീവിക്കുന്ന കർത്താവാ. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. ഹല്ലേലൂയ. അവൻ എഴുന്നേൽക്കുകയാ, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാ, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, മനസ്സ് വേദനിച്ച് കരയുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാ. ബാലെ എഴുന്നേൽക്ക. ആ ശബ്ദം കേട്ട് ബാല എഴുന്നേറ്റു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ആരോട് പറയണ്ട എന്ന് അമർച്ചയായി കൽപ്പിച്ചു, ഏറിയോന്ന് കൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നേ. ബാലയ്ക്ക് ഭക്ഷണം കൊടുക്കാം. ജീവിക്കുന്നതിന്റെ അടയാളമായി ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പം തകർന്നു പോകരുത്. കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. നിന്റെ ശബ്ദത്തിന് മുമ്പിൽ, നിന്റെ തകർച്ചയ്ക്ക് മുമ്പിൽ കർത്താവ് നിന്റെ അടുത്ത് വരുന്നു, നിന്റെ വീട്ടിൽ വരുന്നു. എവിടെയാണോ തകർന്നിരിക്കുന്നത് അവിടെ നിന്ന് അതെ എഴുന്നേൽക്കാം. ഒന്ന് എഴുന്നേറ്റ് ശക്തിപ്പെടുക. അവിടെ നിന്ന് എഴുന്നേൽക്കാം. മടുത്തു പോകരുത്, നിരാശപ്പെടരുത്, ശക്തിപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആശ്രയിക്കുന്നത് സൃഷ്ടിതാവിലാണ്, നിന്നെ നിർമ്മിച്ചവനാണ്. നിന്റെ ഇന്ദ്രിയ അവയവങ്ങളെ, നിന്റെ അതേ സ്പന്ദനം പോലും അറിയുന്നവനെ അടുത്താണ് നീ ആശ്രയിച്ചിരിക്കുന്നത്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ എന്തു തന്നെയായിരുന്നാലും അതിന് മറുപടി അയക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം, അതേ സൃഷ്ടിതാവ്, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, അതെ എഴുന്നേൽക്ക. കിടന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവശക്തി, അതേ പകരപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ ആത്മാവിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയും അതിനെ ജീവിപ്പിക്കുകയും അതേ പുറത്തെടുക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.